എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മൾ ഓരോ വർഷവും വിഷു ആഘോഷിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അതൊരു ശീലമായി മാറിപ്പോകാറില്ലേ? ഗ്രഹനിലകളും രാശിമാറ്റങ്ങളും നോക്കി നമ്മൾ ഭാവി പ്രവചിക്കുമ്പോൾ ആ പ്രവചനങ്ങളെപ്പോലും അനുകൂലമാക്കാൻ സാധിക്കുന്ന വലിയൊരു പോസിറ്റീവ് എനർജി വിഷു കണിക്കുണ്ട്. ആ ചൈതന്യം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ടത് എന്ന് നോക്കാം. ജ്യോതിഷപരമായി നോക്കിയാൽ സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയമാണ് വിഷു. പ്രപഞ്ചത്തിലെ ഊർജസ്രോതസ്സായ സൂര്യൻ ഉച്ചസ്ഥിതിയിലേക്ക് വരുന്ന ഈ സമയം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ്. അതുകൊണ്ടാണ് ഈ ദിവസം നാം പുതുവർഷമായി കാണുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ എല്ലാ വർഷവും കണി കാണാറുണ്ടല്ലോ, എന്നിട്ടും എന്തേ എന്റെ തടസ്സങ്ങൾ മാറുന്നില്ല എന്ന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കണി എന്നത് ഒരു കാഴ്ചയല്ല, അതൊരു കണക്റ്റാണ്. വിഗ്രഹത്തിനു മുന്നിൽ എത്ര സാധനങ്ങൾ വെച്ചു എന്നതിലല്ല, മറിച്ച് ഏത് മാനസിക അവസ്ഥയിൽ നിങ്ങൾ അവിടെ നിന്നു എന്നതിലാണ് കാര്യം. വെറുമൊരു ചടങ്ങായി ചെയ്യുന്ന കാര്യത്തിന് ഫലം കുറവായിരിക്കും. വിഷുക്കണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വെക്കുന്ന പ്രദർശനമല്ല. നമ്മുടെ ഹൃദയമാണ് യഥാർത്ഥ ദേവാലയം. ഹൃദയം കൊണ്ട് ഭഗവാനിലേക്ക് അടുക്കുക എന്നതാണ് പ്രധാനം. കണി വയ്ക്കുമ്പോൾ എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു എന്ന ചിന്തയോടെ വേണം ചെയ്യാൻ. കണി വയ്ക്കുമ്പോൾ സാധിക്കുമെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനം വരുന്ന രീതിയിൽ സജ്ജീകരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ വടക്കോട്ട് നോക്കി കണി കാണുന്നത് ഉത്തരായന എനർജി വളരെ നല്ലതാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സൗരോർജത്തിന്റെ പ്രഭാവം മാറുന്ന സമയമാണ് വിഷു. ഈ സമയം നമ്മുടെ ഉള്ളിലെ ഊർജത്തെ ഉണർത്താൻ ലളിതമായ കാര്യങ്ങൾ മതി. 1. ദീപം, പ്രകാശത്തിന്റെ സ്രോതസ്. നിലവിളക്കിലെ 5 തിരികൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങളെയും ഈശ്വരപ്രകാശത്തിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഇതിന്റെ അർത്ഥം. വിളക്കിന്റെ നാളം മുകളിലേക്ക് മാത്രം ജ്വലിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എപ്പോഴും ഉന്നതമായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. കണി കാണുമ്പോൾ ദീപനാളത്തിന്റെ മധ്യഭാഗത്തേക്ക്, അഗ്നിയുടെ ഏറ്റവും പ്രകാശമുള്ള ഭാഗം, കുറച്ചുനേരം നോക്കി നിൽക്കുക. ഇത് നിങ്ങളുടെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുകയും കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഊർജം നൽകുകയും ചെയ്യും. 2. കണിക്കൊന്ന. ഐതിഹ്യങ്ങൾക്കപ്പുറം ഇതിലൊരു വലിയ തത്വമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ തന്റെ അരഞ്ഞാണമായി കൊന്ന പപ്പൂക്കൾ അണിഞ്ഞു എന്നാണ് സങ്കല്പം. അതായത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഐശ്വര്യവും ഭഗവാൻ പ്രകൃതിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കൊന്ന പൂവിന്റെ ഓരോ ഇതളും ഭഗവാന്റെ ചിരിയായി കാണാൻ സാധിച്ചാൽ അവിടെ ഭക്തിയും പ്രകൃതിയും ഒന്നായി മാറുന്നു. ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്ന പ്രസന്നത നൽകാൻ ഈ പൂക്കളുടെ നിറത്തിന് സാധിക്കും. കണിക്കണി ഒരുക്കുമ്പോൾ വാടിത്തളർന്ന പൂക്കൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതുമയുള്ള വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ തന്നെ തിരഞ്ഞെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഫ്രഷ്നെസ് നിലനിർത്താൻ സഹായിക്കും. വിടരാത്ത മുട്ടുകൾ നാളത്തെ പ്രതീക്ഷകളെയും വിരിഞ്ഞ പൂക്കൾ ഇന്നത്തെ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ജ്യോതിഷത്തിൽ മഞ്ഞ നിറം ഗുരു അഥവാ വ്യാഴഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനം, സമ്പത്ത്, സൗഭാഗ്യം എന്നിവയുടെ അധിപനാണ് വ്യാഴം. വിഷുക്കണിയിൽ കണിക്കൊന്ന പൂത്തുനിൽക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം നേരിട്ടെത്തിക്കുന്നതിന് തുല്യമാണ്. സ്വർണത്തിന് പകരമായി പ്രകൃതി നൽകിയ സ്വർണമാണ് കൊന്നപ്പൂക്കൾ. അതുകൊണ്ടുതന്നെ കണിയിൽ കൊന്നപ്പൂക്കൾ അധികമായാലും തെറ്റില്ല. കാരണം അത് സമൃദ്ധിയുടെ അടയാളമാണ്. 3. ദൈവികത, കൃഷ്ണരൂപം. ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണ അവതാരമാണ്. ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളും, സന്തോഷം, പ്രണയം, പോരാട്ടം, ജ്ഞാനം, ഇതെല്ലാം ഒത്തുചേരുന്ന രൂപമാണത്. ഒരു കുഞ്ഞായും ഒരു വഴികാട്ടിയായും ഭഗവാനെ നാം കാണുന്നു. കണി കാണുമ്പോൾ ഈ വിഗ്രഹം
നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും വരാനിരിക്കുന്ന ഏതൊരു വെല്ലുവിളിയെയും നേരിടാനുള്ള ഇന്നർ സ്ട്രെങ്ത് നൽകുകയും ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മുടെ സൗകര്യത്തിന് വെക്കാവുന്നതാണ്. പക്ഷേ ഇവ മൂന്നുമാണ് അടിസ്ഥാനം. ചിലർ കണിയിൽ ഒരു സ്വർണ്ണാഭരണം വയ്ക്കാറുണ്ട്. സ്വർണം എന്നത് വ്യാഴത്തിന്റെ, ജൂപ്പിറ്റർ, ലോഹമാണ്. കണി കണ്ടതിന് ശേഷം ആ സ്വർണമെടുത്ത് നെറ്റിയിൽ തൊടുന്നത് ഐശ്വര്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതിന് തുല്യമാണ്. ചക്കയും മാങ്ങയും കോടിയുമൊക്കെ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ അവയൊന്നുമില്ലെങ്കിലും മേൽപ്പറഞ്ഞവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണി പൂർണ്ണമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ പുലർച്ചെ 5 മണിക്ക് കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം. പലരും ഉറക്കച്ചടവോടെ കണ്ണുപൊത്തിവന്ന് കണി കാണാറുണ്ട്. എന്നാൽ ആ സമയത്തെ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെ മാറ്റാൻ മുഖം കഴുകി ശുദ്ധിയാവുക എന്നത് നിർബന്ധമാണ്. മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകുമ്പോൾ മാത്രമേ ആ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കൂ. കണി കാണുമ്പോൾ വെറുതെ നോക്കി നിൽക്കുകയല്ല വേണ്ടത്. വിളക്കിന്റെ പ്രഭയിൽ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിക്കണം. മനസ്സിലെ സങ്കടങ്ങളും തടസ്സങ്ങളും ഭഗവാനോട് ഉണർത്തിച്ചു വേണം ഇത് ജപിക്കാൻ. ഇതിന് നിശ്ചിത എണ്ണമില്ല. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ജപിക്കാം. ഞാനെല്ലാം നിന്നിൽ സമർപ്പിക്കുന്നു എന്ന ബോധമുണ്ടാകണം. നമ്മുടെ ഹൃദയം തന്നെയാണ് യഥാർത്ഥ ദേവാലയം. ആ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ രൂപം ആവാഹിക്കുകയാണ് നാം ഈ കണി കാണലിലൂടെ ചെയ്യുന്നത്. വിഷു ദിവസം വലിയ തുക കൊടുത്ത് വഴിപാടുകൾ നടത്തുന്നതിനേക്കാൾ ഫലം നൽകുന്നത് ക്ഷേത്രനടയിൽ ഒരു പാത്രം എണ്ണ സമർപ്പിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടുമാറ്റി വെളിച്ചം തരാൻ ആ എണ്ണയൊഴിച്ച ദീപം സഹായിക്കും. വിഷുക്കണി എന്നത് നാം പുറത്തു കാണുന്ന കാഴ്ച മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ ഉണർത്താനുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. ഈ വരുന്ന വിഷുവിന് നിങ്ങൾ ഒരുക്കുന്ന കണിക്കൊന്നയും തെളിക്കുന്ന വിളക്കും കാണുന്ന ഭഗവാന്റെ രൂപവും നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ തുടക്കം കുറിക്കട്ടെ. ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കുമപ്പുറം ഞാൻ ഭഗവാനിൽ സർവവും സമർപ്പിക്കുന്നു എന്ന ആ ഒറ്റ ചിന്ത മതി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ. ഈ വിഷുവിന് ആർഭാടങ്ങൾ കുറച്ച് ആത്മസമർപ്പണത്തോടെ ഭഗവാനെ കണി കാണൂ. തീർച്ചയായും നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നല്ലൊരു മാറ്റം ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക. വരാനിരിക്കുന്ന ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നന്ദി. ഏവർക്കും ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ.